ധീരജിനെ കൊന്ന ശേഷവും കോൺഗ്രസ് വേട്ടയാടൽ തുടരുന്നുവെന്ന് ധീരജിന്റെ പിതാവ് രാജേന്ദ്രൻ. ഒരു കത്തി കയ്യിലുണ്ടെങ്കിൽ തങ്ങളെ കൂടി കുത്തിക്കൊല്ലണമെന്നും ജീവച്ഛവമായി കഴിയുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്നും പിതാവ് രാജേന്ദ്രൻ പറയുന്നു. കോൺഗ്രസ് വേട്ടയാടൽ കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നില്ലെന്നും കോൺഗ്രസ് അനുഭാവിയായിരുന്ന തന്നെ കോൺഗ്രസുകാർ തന്നെയാണ് ഈ നിലയിലാക്കിയതെന്നും രാജേന്ദ്രൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഞങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. 3.5 വർഷം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന വേദന, സങ്കടം, ദുഃഖം അതിനെ ഒന്നുകൂടി ആളിക്കത്തിക്കുന്ന രീതിയിലുള്ള പ്രകടനവുമായിരുന്നു അവർ നടത്തിയത്. സുധാകരൻ പറഞ്ഞത് എന്താ, ഇരന്നു വാങ്ങിയ മരണമാണെന്ന്. ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായില്ലേ കോൺഗ്രസ്സുകാരാണ് ഇത് ചെയ്തതെന്നുള്ളത്. ഞങ്ങളെ എന്തിനാണ് ഇവർ ഇങ്ങനെ കുത്തി നോവിക്കുന്നത്? ഞങ്ങൾ ഇവരോട് എന്ത് തെറ്റാണ് ചെയ്തത്? ഒരു തെറ്റാണ് ഞാൻ ചെയ്തത്. അവരുടെ കയ്യിൽ അവർ ഉണ്ടെന്ന് പറയുന്ന ആ കത്തി കൊണ്ട് അവർ പറയുന്ന സ്ഥലത്ത് ഞാൻ ചെല്ലാം. അതുകൊണ്ട് ഞങ്ങളെ ഇവിടെ ജീവച്ഛവമായി ജീവിക്കുന്ന 3 ജീവനുകളെ കൂടി അവർ കുത്തിക്കൊല്ലട്ടെ എന്നാണ് എനിക്ക് ഈ കോൺഗ്രസ് നേതൃത്വത്തോട് പറയാനുള്ളത്. ഏറ്റവും സങ്കടത്തോടെയുള്ള വാക്കുകളാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഈ മലപ്പട്ടത്തായിരുന്നല്ലോ യൂത്ത് കോൺഗ്രസ് ആ കൊലവിളി മുദ്രാവാക്യം മുഴക്കിയത്. ധീരജിനെ കുത്തിയ കത്തി ഞങ്ങൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നവർ പറഞ്ഞത്. ആ മലപ്പട്ടത്ത് നിന്ന് കുറച്ചു ദൂരം പോയാൽ മതി ധീരജിന്റെ സ്മൃതി കുടീരത്തിലെത്താൻ പറ്റും. അവിടെ നീറുന്ന മനസ്സോടെ, മകൻ നഷ്ടപ്പെട്ട വേദനയിൽ നീറുന്ന മനസ്സോടെ കഴിയുന്ന ആ കുടുംബത്തെ നമുക്ക് കാണാം. ആ അച്ഛന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. സന്തോഷ് കൂടി ചേരുകയാണ് നമ്മളോടൊപ്പം. സന്തോഷ്, മകനെ കൊലപ്പെടുത്തി ആ കൊലപാതകം ആഘോഷിക്കുന്ന കോൺഗ്രസിനോട് ആ അച്ഛൻ പറയുകയാണ്, പറ്റുമെങ്കിൽ ഞങ്ങളെ കൂടി കൊന്നു തരൂ, ഇങ്ങനെ നിങ്ങളുടെ ഈ വേട്ടയാടലിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന്. ഇന്ന് ധീരജിന്റെ പിതാവ് രാജേന്ദ്രൻ ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ധീരജിനെ കുത്തിയ കത്തി നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ആ കത്തി ഉപയോഗിച്ച് ഞങ്ങളെ 3 പേരെ കൂടി, കുടുംബത്തിൽ അവശേഷിക്കുന്ന 3 പേരെ കൂടി കൊലപ്പെടുത്തു എന്നാണ് ധീരജ് രാജേന്ദ്രന്റെ അച്ഛൻ രാജേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്താണ് ഈ വേദന. മകന്റെ ജീവൻ എടുത്തുകൊണ്ട് കുടുംബത്തെ, ബാക്കിയുള്ളവരെ ജീവച്ഛവമാക്കി മാറ്റിയ നിങ്ങൾ വീണ്ടും കുടുംബത്തെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്ന തന്നോട് തന്നെയാണ് ഇത്തരത്തിൽ കോൺഗ്രസുകാർ ഈ കുടുംബത്തെ ഈ നിലയിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ വേട്ടയാടൽ ഇനിയും തുടരാൻ അല്ലെങ്കിൽ അത് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ് എന്നുള്ളതായിരുന്നു രാജേന്ദ്രന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസം മലപ്പട്ടത്ത്, അതായത് ധീരജ് രാജേന്ദ്രന്റെ വീടിരിക്കുന്ന സ്ഥലത്ത് നിന്നും അധികം ദൂരെയല്ല മലപ്പട്ടം എന്ന് പറയുന്ന ആ സ്ഥലം. ആ മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രകടനത്തിലാണ് ഈ ധീരജിനെ കൊലപ്പെടുത്തിയ കത്തി കൈവശമുണ്ടെന്നുള്ള കൊലവിളി മുദ്രാവാക്യം മുഴക്കിയത്. ആ മുദ്രാവാക്യത്തിന് ശേഷവും കുടുംബം വളരെ ദുഃഖത്തിലായിരുന്നു. കാരണം ഈ ധീരജിനെ കൊലപ്പെടുത്തിയതിനു ശേഷവും നേതാക്കന്മാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമെല്ലാം പലതവണയായി തുടർച്ചയായി കുടുംബത്തെ വേട്ടയാടുന്ന സ്ഥിതി തന്നെയാണുള്ളത്. മനു, എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.